പാകിസ്ഥാന് തലവേദനയായി ബലൂച്ച് ലിബറേഷൻ ആർമി. ഇന്ത്യൻ സൈന്യം തിരിച്ചടി ശക്തമാക്കിയ സാഹചര്യത്തിൽ വിമോചന സമരം ഊർജിതപ്പെടുത്തി BLA. പാക് സൈന്യത്തിൽ അട്ടിമറി നടന്നതായി റിപ്പോർട്ട്. സൈനിക മേധാവിയായ അസീം മുനീറിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി തടവിലാക്കിയെന്ന് സൂചന. പാക് സൈന്യത്തിന്റെ ആക്രമണ ശ്രമങ്ങളെ വിദഗ്ധമായി പ്രതിരോധിച്ച് ഇന്ത്യ തിരിച്ചടിക്കുന്നു. പാകിസ്ഥാനിൽ നിർണായക മുന്നേറ്റം നടത്തിയ ബലൂച്ച് ലിബറേഷൻ ആർമി. നാടകീയമായ നീക്കത്തിലൂടെ BLA ബലൂചിസ്ഥാൻ തലസ്ഥാനമായ ക്വറ്റ പിടിച്ചെടുത്തതായുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി BLA പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ വൻതോതിലുള്ള ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം കൂടിയായതോടെ പാക് സേന വലിയ സമ്മർദ്ദത്തിലാണിപ്പോൾ. BLAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പ്രഹരം പാകിസ്ഥാന് ദീർഘമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. വ്യാഴാഴ്ച പകലും BLA പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ആക്രമണം നടത്തിയിരുന്നു. അതിർത്തിയിൽ ഇന്ത്യ പാക് സംഘർഷം കനക്കുന്നതിനിടെ BLA വൻ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. അവസരം മുതലെടുത്ത് BLA വിമോചന സമരം ശക്തമാക്കിയതായാണ് വിവരം. കഴിഞ്ഞ ദിവസം തടവുകാരുമായി പോയ പാക് സൈന്യത്തിന്റെ വാഹനം BLA തടഞ്ഞിരുന്നു. തടവുകാരെ മോചിപ്പിച്ച ശേഷം 7 സൈനികരെയാണ് അവർ വധിച്ചത്. അതിനു മുൻപ് സൈനിക വാഹനത്തിന് നേരെ നടത്തിയ സ്ഫോടനത്തിൽ 20 സൈനികരെ വധിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ BLA ക്വറ്റയിൽ ആധിപത്യം സ്ഥാപിച്ചതായ വാർത്തയും പുറത്തുവരുന്നത്. ബലൂച്ച് വിമോചന പോരാട്ടം അടിച്ചമർത്താൻ പാകിസ്ഥാൻ കഴിഞ്ഞ കുറച്ചു നാളുകളായി പരിശ്രമിക്കുന്നുണ്ട്. BLA പോരാളികൾക്കെതിരെ ക്രൂരമായ ആക്രമണങ്ങളാണ് പാക് സൈന്യം നടത്തിയിരുന്നത്. ബലൂച്ച് പോരാളികളെ പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കുകയോ ക്രൂരമായി ഉപദ്രവിക്കുകയോ വെടിവെച്ച് കൊല്ലുകയോ ആണ് ചെയ്തിരിക്കുന്നത്. സ്ത്രീകളെയും പാക് സൈന്യം ഉപദ്രവിച്ചിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയത്തിന് വലിയ പ്രാമുഖ്യം കിട്ടിയിരുന്നില്ല. ഇന്ത്യ പാക് സംഘർഷം തുടരുന്നതിനിടെ പാകിസ്ഥാനിൽ സൈന്യത്തിനുള്ളിൽ അട്ടിമറിയെന്ന റിപ്പോർട്ട് പുറത്തുവന്നു. പാക് സൈനിക മേധാവി അസീം മുനീറിനെ സൈന്യം കസ്റ്റഡിയിലെടുത്തുവെന്നും അജ്ഞാതമായ ഇടത്തേക്ക് മാറ്റിയെന്നുമാണ് പാക് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അസീം മുനീറിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയെന്നും സൈനിക കോടതിയിൽ വിചാരണ നേരിടേണ്ടി വരുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ചെയർമാൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ജനറൽ ഷഹീർ ഷംസാദ് മിർസ പാകിസ്ഥാന്റെ പുതിയ സൈനിക മേധാവിയായി ചുമതലയേറ്റുവെന്നാണ് ലഭിക്കുന്ന വിവരം. അതിനിടെ പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കുന്ന ആദ്യത്തെ ഔദ്യോഗിക ദൃശ്യങ്ങൾ പുറത്തുവന്നു. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള പാകിസ്ഥാൻ സൈനിക പോസ്റ്റ് തകർക്കുന്ന വീഡിയോ ദൃശ്യമാണ് ഇന്ത്യൻ സൈന്യം Xലൂടെ പുറത്തുവിട്ടത്. രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിലെ 15 നഗരങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന മിലിറ്ററി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള പാകിസ്ഥാന്റെ ആക്രമണ ശ്രമത്തെ ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ത്യൻ വ്യോമസേന താവളങ്ങളിലേക്ക് ബുധനാഴ്ച രാത്രി പാകിസ്ഥാൻ മിസൈൽ അയച്ചതോടെയാണ് പോരാട്ടം കൂടുതൽ രൂക്ഷവും വിപുലവും ആയത്. പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളോ കെട്ടിടങ്ങളോ പോലും ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ ലക്ഷ്യമിട്ടിരുന്നില്ല. പോരാട്ടം വിപുലമാകാതിരിക്കാൻ സംയമനം കാട്ടിയെന്നാണ് ഇന്ത്യ അവകാശപ്പെട്ടത്. എന്നാൽ വ്യോമസേനാ താവളങ്ങളിലേക്ക് മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതോടെ പാകിസ്ഥാൻ പുതിയൊരു പോരാട്ടമുഖം തുറന്നു. ആക്രമണങ്ങളെ സൈനികമായി തന്നെ ഇന്ത്യ നേരിടുകയും ചെയ്തു. ആകാശ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മിസൈലുകളും ഡ്രോണുകളും തകർത്ത ഇന്ത്യൻ സൈന്യം ലാഹോർ താവളത്തിലെ വ്യോമ പ്രതിരോധ സംവിധാനവും തകർത്തിരുന്നു.